ഹരി ഓം. ദശകം 32, ശ്ലോകം 9. കൽപ്പാവധോ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈഭസ്വദാഖ്യം മനുമാദധാനഃ ക്രോധാധയഗ്രീവമഭിദ്രുതോ ഭൂഃ. പദച്ഛേദം നോക്കാം. കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിപം തം വൈവസ്വദാഖ്യം മനും ആദധാനഃ ക്രോധാത് ഹയഗ്രീവം അഭിദ്രുതഃ അഭൂഃ. ക്രോധാത് ഹയഗ്രീവം അഭിദ്രുതഃ അഭൂഃ. അപ്പോൾ ക്രോധാത് ഹയഗ്രീവം, അതാണ് ക്രോധാത് ഹയഗ്രീവം. അവിടെ തയും ഹായും കൂടെ ചേർന്നാണ് ധ എന്നുള്ളത് വന്നിരിക്കുന്നത്, അതിനെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ക്രോധാത് ഹയഗ്രീവം അഭിദ്രുതോ ഭൂഃ. കൽപ്പാവധോ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈഭസ്വദാഖ്യം മനുമാദധാനഃ ക്രോധാധയഗ്രീവമഭിദ്രുതോ ഭൂഃ. ശ്ലോകം 9 അന്വയവും അർത്ഥവും നോക്കാം. ത്വം കൽപ്പാവധോ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ. ത്വം നിന്തിരുവടി കൽപ്പാവധോ എന്ന് വെച്ചാൽ പ്രളയ അവസാനത്തിൽ സപ്തമുനീൻ ആ സപ്ത ഋഷികളെ പുരോവത് പണ്ടത്തെ പോലെ പ്രസ്ഥാപ്യ എന്ന് വെച്ചാൽ അതത് സ്ഥാനത്ത് തന്നെ ഉറപ്പിച്ചു. അതാണ് ത്വം കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ. നിന്തിരുവടി പ്രളയാവസാനത്തിൽ സപ്തഋഷികളെ പണ്ടത്തെ പോലെ അതത് സ്ഥാനത്തുറപ്പിച്ച് തം സത്യവ്രത ഭൂമിപം വൈവസ്വദാഖ്യം മനും ആദധാനഃ. തം ആ സത്യവ്രത ഭൂമിപം എന്ന് വെച്ചാൽ ആ സത്യവ്രത രാജാവിനെ വൈവസ്വദാഖ്യം മനുമാദധാനഃ വൈവസ്വത മനുവാക്കി പ്രതിഷ്ഠിക്കുന്നവനായിട്ട് ക്രോധാത് ഹയഗ്രീവം അഭിദ്രുതഃ അഭൂഃ. അപ്പോൾ അങ്ങനെ സത്യവ്രത രാജാവിനെ വൈവസ്വത മനുവാക്കി പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ട് ക്രോധാത് ദേഷ്യത്തോടുകൂടി കോപത്തോടുകൂടി ഹയഗ്രീവൻ്റെ നേരെ പാഞ്ഞണഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് ഹയഗ്രീവൻ്റെ നേരെ ആരാണ് ഹയഗ്രീവൻ? ആദ്യമേ പറഞ്ഞു ആ വേദങ്ങളെ അപഹരിച്ചു കൊണ്ടുപോയവനാണ് ഹയഗ്രീവൻ. അപ്പോൾ ആദ്യത്തെ ശ്ലോകം ഓർത്തോണം. ആ വേദങ്ങളെല്ലാം അപഹരിച്ചു കൊണ്ടുപോയ ഹയഗ്രീവൻ്റെ നേരെ കോപത്തോടുകൂടി പാഞ്ഞണഞ്ഞു. അതാണ് ക്രോധാത് ഹയഗ്രീവം അഭിദ്രുതഃ അഭൂഃ. ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയാണ്? പുരാഹയഗ്രീവ മഹാസുരേണഃ എന്ന് പറഞ്ഞാൽ പണ്ട് ഹയഗ്രീവൻ എന്ന മഹാസുരനാൽ 6ാമത്തെ ചാക്ഷുഷമന്വന്തരത്തിൻ്റെ ഒടുവിലുണ്ടായ നൈമിത്തിക പ്രളയത്തിൽ ഉറങ്ങാൻ തുടങ്ങുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് 4 വേദങ്ങളും അപഹരിക്കപ്പെട്ടപ്പോൾ നിന്തിരുവടി മത്സ്യശരീരം സ്വീകരിക്കാൻ ഇച്ഛിച്ചുപോൽ എന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ അതാണ് ഈ മത്സ്യാവതാരത്തിൻ്റെ ആ അവതാര പ്രയോജനം എന്ന് പറയുന്നത്. എന്താണ്? ആ ഹയഗ്രീവൻ്റെ കയ്യിൽ നിന്ന് വേദങ്ങളെ തിരിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ പ്രളയത്തിൻ്റെ അവസാനത്തിൽ ആ 7 മുനികളെയും സപ്തഋഷികളായി പഴയ പോലെ തന്നെ സുകൃത്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് പറഞ്ഞയച്ചു. ആ സത്യവ്രത രാജാവിനെ വൈവസ്വത മനുവാക്കി നിയമിച്ചു. അതിനുശേഷം കോപത്തോടുകൂടി അവിടുന്ന് ഹയഗ്രീവൻ എന്ന അസുരനെ ആക്രമിച്ച് ഓടിക്കുവാൻ തുടങ്ങി. കൽപ്പാവധോ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിപം തം വൈഭസ്വദാഖ്യം മനുമാദധാനഃ ക്രോധാത് ഹയഗ്രീവമഭിദ്രുതോ ഭൂഃ.